Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 5th chapter, that is The Great Adventure. Read the profiles given below. Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding black holes in the space. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ഫിസിസ്റ്റ് ആണ് അല്ലേ? എന്താണ് ബ്ലാക്ക് ഹോൾസ്, സ്പേസിൽ എന്താ ബ്ലാക്ക് ഹോൾസ്, അതിനെക്കുറിച്ച് പഠിച്ചത് ആരാണ്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. He has authored several popular science books. Even at an early age, Hawking showed passion for science and astronomy. That is, he had written many books and also that showed affection towards the science and astronomy, study of planets. Okay, at the age of 21, while studying at Cambridge, he was diagnosed with a serious disease. അപ്പോൾ 21-ലാണ് അയാൾക്ക് ഈ ഡിസീസ് റെക്കഗ്നൈസ് ചെയ്തത്. Gradually, he became entirely paralyzed and his life got confined to a wheelchair. അതിനുശേഷം അയാൾ പാരലൈസ്ഡ് ആയി അല്ലേ, എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പിന്നെ വീൽ ചെയറിൽ തന്നെയായിരുന്നു ആശ്രയം. Despite his illness, he had done great ground-breaking works in physics and astronomy. അപ്പോൾ ഇങ്ങനെ വെറുതെ ചെയറിൽ ഇരുന്നത് കൊണ്ട് ആളൊന്നും ചെയ്യാതിരുന്നില്ല. എന്താണ് ഗ്രേറ്റ് ഇൻവെൻഷൻസ് അല്ലേ, കുറെ കണ്ടുപിടുത്തലും കുറെ ഔട്ട് ബ്രേക്സ് ഒക്കെ ആരുണ്ടാക്കിയ ഫിസിക്സ് ആസ്ട്രോണമിയിലൊക്കെ? ദിസ് സ്റ്റീഫൻ വില്യം, ഗ്രേറ്റ് മാൻ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. Next, coming to Vaikam Vijayalakshmi. Vaikam Vijayalakshmi is a gifted singer with a unique voice. അല്ലേ, വൈക്കം വിജയലക്ഷ്മി ആരാണ്? ഒരു സിംഗർ ആണ്. എന്താണ് നല്ല സൗണ്ട് ഉള്ള ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരു സിംഗർ ആണ്. ഷീ ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത് അല്ലേ, ജന്മനാ തന്നെ എന്താണ് കണ്ണ് കാണില്ല. റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഷീ ഷോഡ് എക്സ്ട്രാordinary ടാലന്റ് ഇൻ സിംഗിങ്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ആളെന്താണ് ഒരു പ്രത്യേക കഴിവ് അല്ലെ, പാടാനൊക്കെ ഒരു പ്രത്യേക കഴിവ് കാണിച്ചിരുന്നു. ഷീ കുഡ് ഈസിലി ഐഡന്റിഫൈ ദ രാഗ ഓഫ് എ സോങ് ഈവൻ ഇഫ് ഹേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ചില പാട്ടിന്റെ രാഗങ്ങളൊക്കെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് പറയാൻ ശ്രമിച്ചിരുന്നു. ഷീ ലേൺ മോർ ദാൻ 100 രാഗാസ് വിതൗട്ട് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ മ്യൂസിക്. അതായത് ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് 100 രാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു അവർ. ഷീ ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് അറ്റ് പ്ലേയിങ് ഗായത്രി വീണ അല്ലേ, ഗായത്രി മന്ത്രം പറയാനും ഒരു നല്ല എക്സ്പേർട്ട് ആയിരുന്നു. ഷീ ഹാസ് പെർഫോംഡ് അറ്റ് മോർ ദാൻ 400 venues across ഇന്ത്യ. അപ്പോൾ 100 സ്റ്റേജ്, മോർ ദാൻ 100 സ്റ്റേജിൽ വരെ അവർ ഈ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് ഓൾസോ ബ്ലാക്ക് ബാക്ക് സിംഗർ, പിന്നണി ഗായിക കൂടിയാണ് അവർ. ദ സോങ് കാറ്റേ കാറ്റ് സങ് ബൈ ഹെർ ഇൻ ദ മലയാളം മൂവി സെല്ലുലോയിഡ് വൺ ഗ്രേറ്റ് അപ്രിസിയേഷൻ. അപ്പോൾ അവർ പാടിയ പാട്ടാണ് ഈ കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് അല്ലേ, സെല്ലുലോയിഡ് എന്ന ഫിലിമിലെ പാട്ട്. അതിനെന്താണ് ഗ്രേറ്റ് അപ്രീസിയേഷൻ, വലിയ പ്രശംസ നേടിയിരുന്നു. What do you think is the lesson we should learn from these persons? That is, we should not sit അല്ലെ, മടി പിടിച്ചിട്ട് നമുക്ക് ഇരിക്കരുത്. വൈഡിൽ ബിൽഡ് അവർ ഹിഡൻ സ്കിൽസ്. നമ്മളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാവില്ലേ പല കഴിവുകളും, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. We also have achieved something in life. എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈഫിൽ നേടിയിരിക്കണം. How did they succeed in the respective fields? എങ്ങനെയാണ് അവർ ആ മേഖലകളിൽ ജയിച്ചത്? Eagerness to achieve something in life and their passion for their taste. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും പിന്നെന്താണ് അവർക്ക് ആ മേഖലയിലുള്ള താല്പര്യം, അതാണ് അവരെ ഈ ഇതിലേക്ക് എത്തിച്ചത്. The Great Adventure. Coming to the next page, The Great Adventure. Here's a story of a little girl named Toto-chan who encouraged a differently abled boy to climb a tree. ഒരു ജപ്പാനീസ് സ്റ്റോറിയാണ് അല്ലേ. എന്താണ് സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ഗേൾ നെയ്മഡ് ടോട്ടോ-ചാൻ. ലിറ്റിൽ ഗേളുടെ പേരെന്താ? ടോട്ടോ-ചാൻ. എൻകറേജ് എ ഡിഫറെന്റ്ലി ഏബിൾഡ് ബോയ് ടു ക്ലൈംബ് എ ട്രീ. അപ്പോൾ ഒരു ബോയിന് എന്താണ് ട്രീ ക്ലൈംബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ് ഈ സ്റ്റോറി. ദ സ്റ്റുഡൻസ് അറ്റ് ടോമോ ഈച്ച് ഹാഡ് എ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. They consider it as their own climbing tree. അപ്പോൾ അവർ എന്താ വിചാരിച്ചിരുന്നത്, അതൊക്കെ അവരുടെ സ്വന്തം മരങ്ങൾ തന്നെയാണെന്നാണ് കരുതിയിരുന്നത്. Toto-chan's tree stood at the edge of the school ground near the fence. Toto-chan എന്ന് പറഞ്ഞ ബോയുടെ ട്രീ മരം എവിടെ ഉണ്ടായിരുന്നാൽ എഡ്ജ് ഓഫ് ദ സ്കൂൾ, ഒരു കോർണറിൽ അല്ലെ, എഡ്ജ് ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് നിയർ ദ ഫെൻസ്. അപ്പം ഫെൻസ് ഷീറ്റ് ഇട്ടതിൻ്റെ തൊട്ട, അതായത് സ്കൂൾ ഗ്രൗണ്ടിന്റെ എഡ്ജിന്റെ അവിടെയായിരുന്നു ഇവന്റെ മരം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലാർജ് ട്രീ ആൻഡ് സ്ലിപ്പറി ടു ക്ലൈംബ്. അതൊരു വലിയ മരമായിരുന്നു അല്ലെ, നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. ബട്ട് ഇഫ് യു ക്ലൈംബ് ഇറ്റ് സ്കിൽഫുള്ളി യു കുഡ് ഗെറ്റ് എ fork about 6 feet from the
6 feet from the ground. അതായത് എന്താണ് നമ്മൾ സ്കിൽഫുൾ ആയിട്ട് അതിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ what we'll get it is about 6 feet from the ground. That is, it is as comfortable as a to get it from 6 feet from the ground. 4 was as comfortable as a hammock. അതായത് നമ്മൾ ഈ ഊഞ്ഞാലൊക്കെ കെട്ടില്ലേ, അതുപോലെ ആ മരത്തിൽ ഒരു കൊമ്പുണ്ട്, കുറേ ഹൈറ്റ്, ഫീറ്റ് 6 feet ഹൈറ്റ്, നല്ലോണം ഉയരത്തിൽ ഒരു കൊമ്പുണ്ട്. കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ഊഞ്ഞാല് പോലെ ഉണ്ടാവും അല്ലേ. Toto Chan used to climb there during recess and after school. അല്ലേ, ഫ്രീ ആയിരിക്കുന്ന സമയത്തും സ്കൂൾ വിട്ട ശേഷമൊക്കെ അവൻ അവിടെ ഇരിക്കാറുണ്ട്. She would sit on the fork and look into the distance. Toto Chan എന്താ ചെയ്യുക, sit on the fork and look into the distance അല്ലേ, അതിലിങ്ങനെ ചാഞ്ഞിരുന്നിട്ട് ഏറ്റവും ദൂരത്തേക്ക് നോക്കും, അല്ലെങ്കിൽ എന്താണ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. Distance at the sky and watch the people pass by. The children consider their trees their own private property. അപ്പോൾ ഈ മരങ്ങളൊക്കെ അവരെന്താ വിചാരിച്ചിരുന്നത്, അവരുടെ സ്വന്തം ട്രീസ് തന്നെയാണെന്നാണ് അവർ കരുതിയിരുന്നത്. ഇഫ് യു വാണ്ടഡ് ടു ക്ലൈംബ് അല്ലേ, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ട്രീസിൽ ക്ലൈംബ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ആസ്ക് ദ പെർമിഷൻ, വെരി പൊളൈറ്റ്ലി സേയിങ് എക്സ്ക്യൂസ് മീ മേ ഐ കം ഇൻ അല്ലേ. അപ്പോൾ വേറെ ഒരാളുടെ മരത്തിൽ കയറണമെങ്കിൽ നമ്മൾക്ക് അവരുടെ എന്ത് വേണം, പെർമിഷൻ വാങ്ങിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. The invitation. Okay, then after before that we can fill the answers. Why do the children in Toto Chan's school seek permission to climb a tree? Because they consider it as their own tree. അതൊക്കെ അവരുടെ സ്വന്തം മരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവർക്ക് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം. Have you ever climbed a tree? Yes, everyone will most probably have climbed a tree, small tree. How did you feel then? It is difficult to climb the tree without the help of the branches, but with the branches we can climb somewhat easily. Do you think your own? Do you have your own tree in school or home? Yes, we are having trees school, both at school and also at home. If not, can you think of planting one? Planting is essential because children should live in an atmosphere where there is many trees. Coming to the next page, the invitation. Yasuaki Chan had polio. He had never climbed a tree, so he could not climb any trees as his own. That is why Toto Chan decided to invite him to her tree. They kept it as a secret. They thought people would create a fuss if they knew. അതായത് യാസുവാക്കി ചാൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താണ്, പോളിയോ ആണ് അല്ലെ, പോളിയോ കാലൊക്കെ തളർന്നിരിക്കുകയാണ്. അപ്പൊ എന്താ, മരം ഒരിക്കലും ക്ലൈംബ് ചെയ്തിട്ടുണ്ടാവില്ല, മരം കയറി ഉണ്ടാവില്ല. സോ ഹി കുഡ് നോട്ട് ക്ലെയിം എനി ട്രീസ് ആസ്. അപ്പോൾ അവൻ എന്താണ്, അവന്റെ മരം എന്ന് പറഞ്ഞിട്ട് അവന് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല അല്ലെ, കാരണം അവന് മരം കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ടോട്ടോ ചാൻ എന്താ അവളുടെ മരത്തിലേക്ക് അവനെ ക്ഷണിച്ചു. ദേ കെപ്റ്റ് ഇറ്റ് ആസ് എ സീക്രട്ട്. ഇത് രഹസ്യമായിട്ട് അവര് രഹസ്യമാക്കി വെച്ചു. ദേ തോട്ട് പീപ്പിൾ വുഡ് ക്രിയേറ്റ് എ ഫസ് അല്ലെ, ആൾക്കാർ കേട്ട് എന്താണ്, കളിയാക്കും, കാരണം അവന് മരം കയറാൻ പറ്റില്ലല്ലോ, അപ്പൊ അവര് കളിയാക്കും. When she left home, Toto Chan told her mother that she was going to visit her. അതായത് ലെഫ്റ്റ് ഹോം, വീട്ടിലേക്ക് പോയപ്പോൾ ടോട്ടോ ചാൻ എന്താ അമ്മയോട് പറഞ്ഞു അല്ലെ, യാസുആക്കി ചാനിനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ടെലിങ് എ ലൈ, സോ ഷീ ട്രൈഡ് നോട്ട് ടു ലുക്ക് അറ്റ് മദർ. ഷീ കെപ്റ്റ് ഹെർ ഐസ് ഓൺ ഹെർ ഷൂ ലേസസ്. ഷി വാസ് ടെലിങ് എ ലൈ, സോ ഷീ ട്രൈ. അപ്പൊ അവള് നുണ പറയാണ് അല്ലെ, അപ്പൊ അവൾ എന്ത് ചെയ്തു, അമ്മ എന്നെ നോക്കരുതെന്ന് വിചാരിച്ചു. എന്നിട്ട് അവള് ഷൂ ലേസിൽ എന്നെ അവളുടെ നോട്ടം എവിടേക്ക് പതിഞ്ഞു, ഷൂ ലേസില്. റോക്കി ഹെർ ഡോഗ് ഫോളോ ഹെർ ടു ദ സ്റ്റേഷൻ. റോക്കിയാണ് അവളുടെ പട്ടിയാണ് അല്ലെ, അത് അവളെ ഫോളോ ചെയ്തു സ്റ്റേഷനിലേക്ക്. വെൻ ദേ പാർട്ടഡ് കമ്പനി ഷീ ടോൾഡ് റോക്കി ദ ട്രൂത്ത് അല്ലേ. അപ്പൊ കമ്പനി ആയപ്പോ ഇത് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ലെറ്റ്സ് യാസുആക്കി ചാൻ ക്ലൈംബ് മൈ ട്രീ. അപ്പൊ യാസുആക്കിനെ എന്റെ മരം കയറാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്. Okay. Toto Chan invite Yasuaki Chan to climb her tree. Yasuaki Chan had polio. He had never climbed a tree. അല്ലേ, പോളിയോ കാരണം ക്ലൈംബ് ചെയ്തിട്ടില്ല. So he could not climb any tree of his own. So Toto Chan decided to invite him to her tree. How did Toto Chan help Yasuaki Chan? She invited him to climb her tree. Toto Chan told a lie to the mother, but she revealed the truth to Rocky. What might be the reason? Because when they parted company, she told Rocky the truth. അല്ലെ, കമ്പനി ആയപ്പോഴാണ് സത്യം വിളിച്ചു പറഞ്ഞത്. Yasuaki Chan. When Toto Chan reached the school, she found Yasuaki Chan waiting in the school ground. അല്ലെ, ടോട്ടോ ചാൻ സ്കൂളിൽ എത്തിയപ്പോൾ യാസുആക്കി ചാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട് അല്ലെ.
He was only a year older than Toto-chan. But he always sounded much older when he spoke. അല്ലേ? വയസ്സ് കൂടുതലുണ്ടെങ്കിലും എന്താണ് കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരെ പോലെയാണ് സംസാരിക്കുക. When Yasuaki-chan saw Toto-chan, he hurried toward her. അല്ലേ? യാസുവാക്കി ടോട്ടോചാനെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി. Dragging his leg and holding his arm out in front to steady himself. അതായത് ഡ്രാഗ് അവർ നടത്തൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു കൈ കാലിൽ ഇങ്ങനെ പിടിച്ച് ഊന്നി ആയിട്ടാവും നടക്കുക. അപ്പൊ അവള് വന്നപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. Toto-chan was still to think they were going to do something secret and she giggled. Yasuaki-chan giggled too. അല്ലെ? അവർ ചിരിച്ചു, തമ്മിൽ ഒന്ന് ചിരിച്ചു. Pick out the sentence that describe how Yasuaki-chan walked. That is dragging his leg. അല്ലെ? When Yasuaki-chan, ഇവിടെ തന്നെ ഉണ്ട്, നമുക്കത് എടുത്തെഴുതിയാൽ മതി. When Yasuaki-chan saw Toto-chan, he hurried toward her, dragging his leg and holding his arm in front of steady himself. Okay, this was the answer. Why did Toto-chan and Yasuaki-chan giggle? That is, they were thrilled. അല്ലേ? ഒരു ത്രില്ലായിരിക്കുകയാണ്. കാരണം എന്താ, അവരെന്തോ ചെയ്യാൻ പോകുന്നുള്ളത് ആലോചിച്ചിട്ട്, എന്തോ സീക്രട്ട് ആയിട്ട് ചെയ്യാൻ പോകുന്ന ആലോചിച്ചിട്ട് അവര് ചിരിക്കുകയാണ്. Coming to the next page, the climb. Toto-chan led Yasuaki-chan to her tree. Then she ran to the nearby shed and got a ladder. അല്ലേ? ടോട്ടോ-chan എന്ത് ചെയ്തു? യാസുവാക്കി-ചാനെ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ran to the nearby, ഒരു എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ആ ഷെഡിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു ഏണി കൊണ്ടുവന്നു. അല്ലെ? She dragged it over a tree. മരത്തിന്റെ അതിലേക്ക് ചായച്ചു വെച്ചു. And leaned it against the trunk so that it reached the fork. Against the trunk എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ട് അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഊഞ്ഞാല് പോലെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും, എല്ലാം ദൂരെയുള്ളതൊക്കെ കാണാം. അപ്പൊ ആ ഭാഗത്തേക്കാണ് അവളത് കൊണ്ടുവച്ചത്. Reach the fork. She climbed quickly and holding the top of the ladder called down, all right, try climbing up. അപ്പൊ മുകളിലേക്ക് വെച്ചിട്ട് അവള് ഹോൾഡ് ചെയ്തു അല്ലെ? നല്ലോണം എണിയൊക്കെ നല്ല ഫിക്സ് ആയിരിക്കേണ്ടതെന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം അവൾ എന്ത് പറഞ്ഞു അവനോട്? ഇനി നീ ഒന്ന് കയറാൻ ശ്രമിച്ചോ എന്ന്. Yasuaki-chan's arms and legs were very weak. പോളിയോ ബാധിച്ചവരുടെ കാലും കൈയൊക്കെ എന്തായിരിക്കും? നല്ലോണം ശോഷിച്ചിട്ടായിരിക്കും അല്ലെ? It seemed he could even get on the first rung without help. അപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായി എന്താണ്, ആ ആദ്യത്തെ പടി തന്നെ അവനെ പിടിച്ചു കടക്കാൻ പറ്റും എന്നുള്ളത് തന്നെ സംശയമായിരുന്നു അല്ലെ? How did Toto-chan help him climb the tree? That is, dragged over the tree. She brought a ladder. Okay, we can write it as she got a ladder and dragged it over a tree and leaned. This itself enough. She got a ladder, dragged it over a tree and leaned it against the trunk so that it reached the fork. Okay, this was the answer. Coming to the next page, a friend in need. Toto-chan hurried down the ladder and tried pushing Yasuaki-chan up from behind. അപ്പോൾ ടോട്ടോ-chan വേഗം എന്ത് ചെയ്തു? ഇവനോട് കയറി വരാനാ പറഞ്ഞത് അല്ലെ? പക്ഷെ ഇവന് ഫസ്റ്റ് ആ പടി കയറാൻ തന്നെ പ്രയാസമായി തോന്നി. അപ്പോൾ യാസുവാക്കി-chan എന്ത് ചെയ്തു? ടോട്ടോ-chan താഴേക്ക് ഇറങ്ങി അല്ലെ? ഇനിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവനെ അങ്ങോട്ട് ഉന്തുകയാണ്. ഫ്രം ബിഹൈൻഡ്, പുറകിൽ നിന്ന് അവനെ ഉന്തുക. took his foot off from bottom rung അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? ആ താഴത്തെ ഇതിൽ നിന്ന് അവന്റെ കാലൊന്ന് എടുത്തു മാറ്റി. He stood beside the ladder with his head bowed. Toto-chan realized that it was going to be very difficult. What should she do? He stood behind the ladder with his അപ്പൊ അവൻ തല കുനിച്ചിട്ട് ആ ഏണിയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ടോട്ടോ-chanന് മനസ്സിലായി ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. What should she do? അവൾ എന്താ ഇനി ചെയ്യാ? She longed to have Yasuaki-chan climb her tree. അപ്പൊ അവൾക്ക് കുറെ ദിവസം ആഗ്രഹമായിരുന്നു അല്ലെ? എന്താ ഈ യാസുവാക്കി-chanന്റെ ഈ മരം ഒന്ന് കേറ്റണം എന്നുള്ളത്. He was also looking forward to it. അവനും അത് ആഗ്രഹം തന്നെയായിരുന്നു. She went around and faced him. He looked cheerless. Toto-chan puffed out her cheeks and made a funny face to cheer him up. Wait, I have got an idea. അപ്പൊ അവള് തിരിഞ്ഞു പോയിട്ട് അവനെ നോക്കിയപ്പോ എന്താണ്, അവന് ആകെ സന്തോഷമൊന്നുമില്ല അല്ലെ? മുഖമൊക്കെ ആകെ വാടിയിരിക്കുകയാണ്. അപ്പൊ ടോട്ടോ-chan വന്നിട്ട് അവനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും മുഖത്ത് ഇങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ ഒന്ന് കാണിക്കും. പക്ഷെ എന്താണ്, എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ലഭിക്കുക.
What might be the idea if you were in the Toto-chan's position? Toto-chan's idea എന്ന് പറയുന്നത് എന്താ? Coming to the next page, ran back to the shed and pulled out many things one after the. അവൾ ഷെഡിലേക്ക് അകത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നും പെറുക്കിയിട്ടു. She was looking for something that would help her. അപ്പോൾ അവൾ ഒന്ന് തിരയാണ് അല്ലെ, അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് തിരയാണ്. She finally discovered a step ladder. Step ladder കാണും. It would remain steady so that he wouldn't have to hold it. സ്റ്റെപ്പ് പോലത്തെ ലാഡർ ഇല്ലേ, സ്റ്റെപ്പ് പോലത്തെ ഏണികൾ ഇങ്ങനെ കയറാൻ പറ്റുന്ന സൈസിലുള്ളത്, അപ്പൊ അത് കണ്ടുപിടിച്ചു. ഡ്രാഗ് ദ സ്റ്റെപ്പ് ലാഡർ ഓവർ ദ ട്രീ. ഷി വാസ് അമേസ്ഡ് അറ്റ് ഹെർ ഓൺ സ്ട്രെങ്ത്. അപ്പൊ ഇവൾക്ക് ഇതൊക്കെ കൊണ്ടുവന്നപ്പോ ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം കൊണ്ടുവരുന്നത്, അപ്പൊ അവൾക്ക് നല്ല ശക്തി ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ആശ്ചര്യം തോന്നി. ഷി വാസ് ഹാപ്പി ടു ഫൈൻഡ് ദ ലാഡർ ഓൾമോസ്റ്റ് റീച്ച് ദ ഫോർക്ക്. അപ്പൊ എന്താണ്, ആ പറയണ സ്ഥലം ഉണ്ടല്ലോ, ആ ഇരിക്കാൻ പറ്റുന്ന ഏരിയ, അതിലേക്ക് ഏണി ഒരുവിധം എത്തുന്നുണ്ട്. ഓക്കെ. Now don't fry, she said in big sisterly words. അപ്പോൾ അവനോട് പറയുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഇനി നിനക്ക് ഇതിലൂടെ സുഖമായിട്ട് കയറാം. This isn't going to wobble. Yasser looked nervously at the step ladder. ഇതൊന്നും ഇനി ഇതൊക്കെ നടക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. Nervously into step ladder. പേടിച്ചിട്ട് അല്ല, മീൻസ് ഇതിൽ കയറാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ അവൻ നോക്കുന്നത് അല്ലേ. Then he looked at Toto-chan. She was drenched in perspiration. Yasuaki-chan was sweating too. അല്ലെ, ആകെ വേർത്ത് കുളിക്കുക, മീൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കില്ലേ, അതാണ് drenched in perspiration. Yasuaki-chan was sweating. അപ്പൊ യാസുവാക്കി-ചാനും ആകെ വേർത്തതാവുന്നുണ്ട് അല്ലെ, കാരണം കയറാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടും അല്ലെ, നല്ല എഫേർട്ട് വേണം ഇതിനുള്ളത്. What might be the idea? She brought a step ladder from the shed. Okay, what would you do if you are in Toto's position? If we are in the Toto's position, we won't take this much risk. Like it is found to be highly risk for a person to getting up. We should have support from the elders also, because children as that cannot do such things. While dragging the ladder, Toto-chan was amazed at her own strength. Why? Because the ladder, it is that much heavy to be held by that single child. It needs the help of the adults. He looked at the tree. Then with determination, he placed a foot on the first trunk. അപ്പൊ അവൻ മരത്തിലേക്ക് ഒന്ന് നോക്കിയില്ലേ, എന്നിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ പടിയിലൊന്ന് ചവിട്ടും. They were not aware of the time it took Yasser to reach the top of the step ladder. The hot summer sun beat down. അതായത് അവർ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയില്ലേ, പ്രതീക്ഷയോട് കൂടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുകയാണ്. പിന്നെന്താണ്, എത്ര സമയം എടുക്കുന്നൊന്നും അവർക്ക് യാതൊരു ബോധവും ഇല്ല, കാരണം ഹോട്ട് സമ്മർ ആണ് അല്ലെ, വെയിലാണെങ്കിൽ നല്ലോണം ഉണ്ട്. They thought only getting at the top of the step ladder. മുകളിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്ന് മാത്രമേ അവർ കരുതിയുന്നുള്ളൂ. Toto-chan followed him, lifting his feet up. അപ്പൊ അവനെ ഫോളോ ചെയ്തു, എന്തല്ലേ, ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് അവനെ ഫോളോ ചെയ്തു. Yasuaki-chan struggled with all his might and finally reached the top. Hooray! അപ്പൊ എല്ലാ എഫേർട്ടും എടുത്തിട്ട് എന്ത് ചെയ്തു, എല്ലാ എഫേർട്ടും എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ടോപ്പിലേക്ക് എത്തി അല്ലേ. ഓൾ ഹിസ് എഫേർട്ട്, പരമാവധി ഇതിലാണ് അയാള് മുകളിലേക്ക് എത്തിയത്. ഓക്കെ, struggled with all his might and finally reached the top. അല്ലേ, ശ്രമിച്ച് എന്തായി, ലാസ്റ്റ് അവിടെ എത്തി. Coming to the next page. Have you ever helped your friends? Like ഇത്രയും റിസ്ക് ഒന്നും കുട്ടികൾ എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ചില കുട്ടികൾ മേ ബി അല്ലേ, ചിലവരൊക്കെ എടുക്കാറുണ്ട്, റിസ്ക് ഒക്കെ ഒന്ന് എടുക്കാറുണ്ട്. ബട്ട് എന്താണ്, ഇങ്ങനത്തെ റിസ്ക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എൽഡേഴ്സിന്റെ സഹായം കൂടി, കാരണം ഇത് താഴേക്ക് ഇറങ്ങണ സമയത്ത് ഓൾറെഡി ഹി ഈസ് ഹാവിങ് പോളിയോ, സോ we should take into mind that is not to cause damage to that child. മനസ്സിലായോ, പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. The struggle, Toto-chan jumped onto the fork, but she couldn't get Yasuaki-chan onto the tree from the step ladder. She wanted so badly to have the Yasuaki onto her tree. She wanted to show him all sort of things. Clutching the step ladder, Yasuaki-chan looked at the Toto-chan. She suddenly felt like crying.
jumped onto the fork. അല്ലേ ടോട്ടോച്ചാൻ പെട്ടെന്ന് അതിലേക്ക് മുകളിലേക്ക് ചാടിക്കേറി. could not get onto the tree from the step ladder. പക്ഷേ എന്താണ് യാസോക്കി ചാനിന് ആ സ്റ്റെപ്പ് ലാഡറിന് കയറ്റാൻ പറ്റിയില്ല. she wanted so badly to have അല്ലേ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു, തീവ്രമായി ആഗ്രഹിച്ചിരുന്നു അവൻ ആ മരത്തിലൊന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. she wanted to show him അവന് എല്ലാം കാണിച്ചു കൊടുക്കണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. clutching the step ladder looked at അല്ലേ സ്റ്റെപ്പ് ലാഡറിലേക്ക് പിടിച്ചുകൊണ്ട് യാസോക്കി ചാൻ എന്താണ് ടോട്ടോ ചാനെ നോക്കി. she suddenly felt like crying. അപ്പോൾ പെട്ടെന്ന് കരച്ചിലാ വന്നത്. but she did not cry. she feared that if she did യാസോക്കി ചാൻ might start crying. കാരണം അവള് കരഞ്ഞില്ല. എന്തുകൊണ്ടാ ഇവള് കരഞ്ഞു തുടങ്ങിയ യാസോക്കി ചാനും ഇവളെ കണ്ടിട്ട് കരയും അല്ലേ. അപ്പൊ അവള് കരഞ്ഞില്ല. she took hold of his hand. it was bigger than hers and the fingers were long. അല്ലേ അവന്റെ കൈ അവള് മുറുക്കെ പിടിച്ചു. കൈ എന്ന് പറയുന്നത് നല്ല നീളമുള്ള കൈയാണ് അല്ലെ, വിരലുകൾക്കും നല്ല നീളമുണ്ട്. they were all stuck together because of the polio. ആകെ സ്റ്റക്കായി കിടക്കുക. കാരണം എന്താ പോളിയോ കാരണം കൈയും കാലൊക്കെ തളർന്നിരിക്കുക. she held his hand for a long time. then she said lie down, I'll try to pull you over. അല്ലേ നീ ഇവിടെ കിടന്നു, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ മുകളിലെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ what he did is coming to the next page. Toto Chan felt like crying but she did not cry. Why? എന്തുകൊണ്ടാണ് കരഞ്ഞില്ല? because clutching the step ladder looked at Toto Chan. she feared that but she did not cry. എന്തുകൊണ്ടാണ് കരയാത്തത്? if she started crying Yasuaki Chan also will. she didn't cry. she feared that if she did Yasuaki Chan might start crying too. Yasuaki Chaനും കരയാൻ വേണ്ടി തുടങ്ങും. okay, if any coming to അപ്പോൾ അതിന്റെ ആൻസർ ആണ് ഇത് കേട്ടോ. if any grown-ups had seen the scene they would have let you a scream, but Yasuaki Chan trusted Toto Chan completely. Toto Chan was risking her life for him. അല്ലേ ആരെങ്കിലും മുതിർന്നവർ ഇത് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവര് നിലവിളിക്കും. കാരണം വയ്യാത്തൊരു കുട്ടീനെയാണ് ഈ മോളിൽ കയറ്റി കൊണ്ടുപോകുന്നത് അല്ലെ. ട്രസ്റ്റഡ് ടോട്ടോ ചാന. അപ്പൊ യാസോക്കി ചാന മുഴുവനായിട്ട് ടോട്ടോ ചാനെ വിശ്വസിച്ചു. വാസ് റിസ്കിങ് ഹെർ ലൈഫ് അല്ലെ. അവളുടെ ലൈഫ് തന്നെ, ജീവിതം തന്നെ റിസ്കിൽ എടുത്തിരിക്കുകയാണ് ഇപ്പൊ അവനെ നിന്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ട്. വിത്ത് ഹെർ ടൈനി ഹാൻഡ്സ് അല്ലെ, അവളുടെ ആ ചെറിയ കൈ കൊണ്ടിട്ടാണ് അവള് ഈ പണികളൊക്കെ ഇരുന്ന് ചെയ്തത്. ക്ലച്ചിങ് ഹിസ് ആൻഡ് ഷി പുൾഡ് വിത്ത് ഓൾ ഹെർ മൈറ്റ് അല്ലെ. അവനെ പൊക്കിയെടുത്തു. അവളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ടാണ് അവനെ പൊക്കിയെടുത്തത്. ഫ്രം ടൈം ടു ടൈം എ ലാർജ് ക്ലൗഡ് വിൽ മെർസിഫുള്ളി പ്രൊട്ടക്ട് ദം ഫ്രം ദ ബ്ലിസ്റ്ററിംഗ് സൺ. അപ്പൊ ഈ സമയത്ത് വേറൊരു ആളൂടെ ഇവരെ രക്ഷിക്കേണ്ട ആരാ? ക്ലൗഡാണ് അല്ലെ. ഈ സൂര്യന്റെ ചൂട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാർമേഘ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിസിബിൾ ആയി വരുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് the two stood face to face on the tree. അവസാനം എന്താണ്, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ബ്രഷിങ് ഹെർ ഡാം ഹെയർ ബാക്ക് അല്ലേ, അവളൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി. ടോട്ടോ ചാൻ ബോർഡ് പൊളൈറ്റ്ലി ടു ഹിം ആൻഡ് സെഡ് വെൽക്കം ടു മൈ ട്രീ. അപ്പം അറ്റ് ലാസ്റ്റ് അവർ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് മുഖത്തോട് മുഖം മീൻസ് അവർക്ക് ടോപ്പിൽ എത്താൻ പറ്റി. അതാണ് ഈ ഫേസ് ടു ഫേസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവള് ആ മുടി അല്ലെ ആകെ പാറിക്കിടക്കുന്ന മുടിയൊന്നും ഇങ്ങനെ ഒതുക്കിയിട്ട് ടോട്ടോ ചാനെ യാസോക്കി ചാനോട് പറയും കം ടു മൈ ട്രീ, ഇതെന്റെ മരമാണ്, നീ ഇതിലേക്ക് വരൂ. യാസോക്കി ചാൻ ലീൻഡ് അഗെയിൻസ്റ്റ് ദ ട്രങ്ക് സ്മൈലിംഗ് റാദർ ബ്ലാഷ്ഫുള്ളി ആൻഡ് സെഡ് മേ ഐ കമ്മിങ്. അപ്പോൾ സ്മൈലിംഗ് റാദർ ബാഷ്ഫുള്ളി അല്ലെ, ഒന്ന് എന്താണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കയറിയതാണ്. അപ്പൊ ആ ഒരു ക്ഷീണം മുഖത്തുണ്ട്. അപ്പൊ അതിലൂടെ ഒരു ചിരിച്ചിട്ട് അവൻ പറയണം ഞാൻ അകത്ത് വന്നോട്ടെ. Toto was risking her life for Yasuaki. What does this tell about Toto Chan? That is eagerness to let Yasuaki Chan to climb the tree. How did the clouds help them? Clouds എങ്ങനെ help? Large cloud would mercifully protect them. Large cloud എന്താണ്? Mercifully protect them from the blistering sun. സണ്ണിന്റെ പ്രൊട്ടക്ഷൻ നിന്നും ഇത് ഹെൽപ്പ് ചെയ്തു. With her tiny hands clutching she pulled her with all her might. ചെറിയ കൈ വെച്ചിട്ടാണ് അവളെ ഈ പെടുന്ന പാടൊക്കെ ചെയ്തത്. പിന്നെന്താ, leaned against the trunk smiling rather bashfully, may I come in. Coming to the next page.
on the top of the world. Yasuaki-chan was able to see with vistas he had never glimpsed before. So this is what it's like to climb a tree, he said happily. അല്ലേ? അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവൻ ആകെ കാരണം ടോപ്പിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. കാഴ്ചകൾ കണ്ട് അവൻ നല്ല സന്തോഷമായി. അപ്പോൾ അവൻ പറയും ഇതാണല്ലേ നിങ്ങൾ കുട്ടികളെല്ലാവരും മരത്തിൽ കയറി കളിക്കുന്നത് അല്ലേ? They stayed on the tree for a long time and talked about all sort of things. അപ്പോൾ അവർ ആ മരത്തിൽ ഇരുന്നിട്ട് കുറേ നേരം അവർ സ്പെൻഡ് ചെയ്തു അവിടെ. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും അവരവിടുന്ന് പറഞ്ഞു. My sister in America says they have got something there called television, said Yasuaki-chan with enthusiasm. അപ്പോൾ എന്താണ്? സെഡ് യാസുaki-chan പറയാണ് അതിശയത്തോടു കൂടി പറയാ എൻ്റെ ചേച്ചി അമേരിക്കയിലുണ്ട്, അവിടെ എന്താ ഉള്ളത്? ടെലിവിഷൻ ഉണ്ട്. ടെലിവിഷൻ അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ടെലിവിഷൻ അവിടെ അവരുടെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു enthusiasmത്തിന് കാരണം. She says that when it comes to Japan, we'll be able to sit at home and watch sumo wrestling. അല്ലേ? അപ്പൊ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താണ്? സുമോ ഗുസ്തി. ജപ്പാനീസിന്റെ അല്ലേ മെയിൻ sports item is sumo gusti. Then wrestling means gusti. She says it's like a box. ഒരു ബോക്സ് പോലെയാണ് ആ ടെലിവിഷൻ ഉണ്ടാവുക. She simply wondered how sumo wrestlers could get inside a box in your own house. അപ്പം എന്താ പറഞ്ഞ എൻ്റെ ഒരു ചേച്ചി അമേരിക്കയിലുണ്ട്, അവിടെ ടെലിവിഷൻ ഉണ്ട്, അതിലൂടെ അവർ എന്താ കാണുന്നത്? സുമോ wrestling ആണ് കാണുന്നത്. അപ്പൊ ഇവള് വണ്ടർ ചെയ്യും. ആരാ വണ്ടർ ചെയ്യുക? ടോട്ടോ-ചാൻ is wondering how നമ്മുടെ വീട്ടിലെ ഒരു ബോക്സ് പോലെ ഒരു പെട്ടിയോ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ സുമോ ഗുസ്തിക്കാർ കളിക്കാൻ പറ്റുക അല്ലേ? അപ്പൊ അവർ എത്രമാത്രം ഉണ്ട് നോക്കിയാ. Climb for the first time. What could his feeling be? That is was able to see vistas that never glimpsed. So this is what climb a tree, he said happily. They stayed on the tree for a long time and talked about all sorts of things. അതന്നെ എഴുതിയാൽ മതി. What feelings പറയുമ്പോൾ see was able to see he had never glimpsed before. That's like a climb a tree, he said happily. He stayed for a long time and talked about everything. Okay. We're coming to the next page. Sumo wrestlers are so big, but it was fascinating all the same. In those days, nobody knew about the television. അല്ലേ? ഇതാണ് അതിൻ്റെ അർത്ഥം. ആ കാലത്തൊന്നും അവർക്ക് ആ ടി വിനെ കുറിച്ച് അറിയില്ല. സുമോ ഗുസ്തിക്കാർ പറഞ്ഞ നല്ല വലുതാണ് അല്ലേ? It was fascinating all the same. അല്ലേ? എല്ലാ കാലത്തും അതൊരു അവർക്കൊരു ഹരമായിരുന്ന വിനോദമാണ് സുമോ wrestlers. In those days, nobody knew about television. ആ കാലത്തൊന്നും ടി വിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. Was the first to tell Toto-chan about it. അല്ല അപ്പോ യാസുaki-chan ആണ് ആദ്യമായിട്ട് ടോട്ടോ-ചാൻ്റെ അടുത്ത് ടെലിവിഷനെ കുറിച്ചൊക്കെ പറയുന്നത്. The cicadas were singing and the two children were so happy. ബേർഡ്സ് ഒക്കെ സിംഗ് ചെയ്യാണ്. അപ്പൊ കുട്ടികൾക്ക് നല്ല സന്തോഷമായി. And for Yasuaki-chan, it was the first and the last time he ever climbed a tree. യാസുaki-chan ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ആരും മരത്തിൽ കയറ്റിയിട്ടില്ല അല്ലേ? അപ്പൊ ഇതന്നെയാണ് അവന്റെ ഫസ്റ്റും ലാസ്റ്റ് ടൈം മരത്തിൽ കയറാനുള്ള ആദ്യത്തെ അവസാനത്തെയും ശ്രമം തന്നെ ഇതന്നെയാണ്. Ricky Tivi. It rained heavily all night. The sunlight was a little pale. അല്ലേ? രാത്രി മൊത്തം നല്ല മഴയായിരുന്നു. Sunlight was little pale means സൂര്യൻ ഉദിച്ചാലും വെളിച്ചമില്ല. Teddy, a young boy of 10, ran out into the garden. അപ്പൊ ടെഡി എന്ന് പറയുന്നത് ഒരു 10 വയസ്സായ ചെക്കനാണല്ലേ. അവൻ എന്ത് ചെയ്തു? ഒരു കുട്ടിയാണ്. ran into the garden. ഗാർഡനിലേക്ക് പോയി, പൂന്തോട്ടത്തിലേക്ക് പോയി. He saw a mongoose lying wet and still on the grass. Here's a dead mongoose. Teddy called out his mother. Let's bury him. Here's a dead mongoose. Teddy called out his mother. Let's bury them. അപ്പൊ കീരി എന്നൊക്കെ പറയില്ല, അതാണ് ഈ മംഗൂസ്. No, said Teddy's mother. His heart is beating faintly. Perhaps he will live. അപ്പൊ അമ്മ എന്താ പറയുന്നത്? അരുത്, കാരണം അതിന്റെ ഹൃദയം ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് വേണമെങ്കിൽ സർവൈവ് ചെയ്യും, ജീവിക്കും. ലെറ്റ്സ് ടേക്ക് ഹിം ഇൻസൈഡ് ആൻഡ് ഡ്രൈ ഹിം. അങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് അത് ആകെ നനഞ്ഞിരിക്കില്ലേ, അപ്പൊ ഒന്ന് ഉണക്കി ഇതാക്കാം, മീൻസ് ഒന്ന് തുടച്ചു കൊടുക്കാം, വൈപ്പ് ചെയ്യാം. Teddy's father wrapped him up in an old woolen muffler and placed him near the fire. എന്നിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് ഒരു മഫ്ലർ വെച്ചിട്ട് അതിനാകപ്പാടെ ഒന്ന് തുടച്ചിട്ട് ആക്കി.
The mongoose sneezed. Teddy and his parents were delighted. അപ്പോഴാണ് അവൻ ഒന്ന് തുമ്മിയത് അല്ലെ, ഒന്ന് തുടച്ച് തീയൊക്കെ കഴിച്ചപ്പോൾ എന്തായി, അവൻ തുമ്മി. They gave him some meat and they took him outside. അവന് കുറച്ച് ഇറച്ചിയുടെ കഷ്ണമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് കൊണ്ടുപോയി അല്ലേ. Sat in the sunlight and shook his fur till it was quite dry. എന്നിട്ട് അത് പുറത്തു പോയി ഇരുന്നിട്ട് എന്ത് ചെയ്തു, സൂര്യന്റെ വെയിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യും, ഒന്ന് ഒന്ന് കുടയും അല്ലെ. കുടയണ സമയത്ത് അതിന്റെ ഉള്ളിലുള്ള വെള്ളങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. Then they shook his long fluffy tail till it looked like bottle brush അല്ലെ. നനഞ്ഞിരിക്കുന്ന വാലൊക്കെ എന്താണ്, സൂര്യന്റെ ചൂടിലേറ്റ് എന്ത് ചെയ്യും, ഒരു ബ്രഷ് മീൻസ് ഹെയർസ് ഒക്കെ പുറത്തു വന്ന് ഇരിക്കണ മാതിരിക്കും. അതാണ് ഈ ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നത്. സോ ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻ ടെഡി ആൻഡ് തിങ്സ് അറൌണ്ട് ഹിം. അപ്പോൾ ഇതിൽ അവൻ ആകെ കൂടെ ഒന്ന് ഡ്രൈ ആയപ്പോൾ എന്താണ്, ഈ ടെഡീനെയും ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങി അല്ലേ. ഹി ഫോളോഡ് ടെഡി അറൌണ്ട് ദ ഹൗസ് ആൻഡ് എൻറ്റർഡ് ദ ഗാർഡൻ. ടെഡിയുടെ കൂടെ എന്താണ്, വീട്ടിലും ഗാർഡനിലൊക്കെ ചുറ്റി നടന്നു. ഹി സ്ലെപ്റ്റ് ഇൻ ടെഡീസ് റൂം അറ്റ് നൈറ്റ്. ടെഡിയുടെ കൂടെ രാത്രി ഉറങ്ങുകയും ചെയ്തു. ഇൻ ദ മോർണിംഗ് ഹി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് സിറ്റിംഗ് ഓൺ ദ ടെഡി ഷോൾഡർ. അപ്പൊ രാവിലെ എന്താണ്, ടെഡിയുടെ അല്ലെ തോളത്ത് കയറിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്, ആ ഫുഡിന് വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. ടെഡി ഗേവ് ഹിം എ ബനാന ആൻഡ് എ ബോയിൽഡ് എഗ്. ടെഡി എന്ത് ചെയ്തു, ഒരു പഴവും മുട്ടയും കൊടുത്തു അല്ലെ. മംഗൂസ് എൻജോയ്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കിട്ടിയപ്പോൾ അത് സന്തോഷമായി ഇതിന്. സൂൺ ടെഡി ആൻഡ് ദ ലിറ്റിൽ മംഗൂസ് ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. വൈകാതെ തന്നെ ടെഡിയും മംഗൂസ് എന്തായി, നല്ല കൂട്ടുകാരായി. മംഗൂസ് റാൻ ത്രൂ ദ ടാൾ ഗ്രാസ് ക്രൈയിങ് റിക്കി ടിക്കി 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 ടിക്ക. അതായത് മംഗൂസ് ഈ പുല്ലിന്റെ കൂടെയൊക്കെ നടന്നിട്ട് കരയുകയാണ്, റിക്കി ടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ടെഡി യൂസ് ടു ലവ് ഹിം ആൻഡ് സ്റ്റാർട്ടഡ് കോളിങ് ഹിം റിക്കി ടിക്കി തവി. ഓക്കെ, അങ്ങനെ ഒരു തമ്മിലുള്ള സംഭാഷണമാണിത് അല്ലെ. ടെഡി അവൻ എന്ത് വിളിക്കാൻ തുടങ്ങി, റിക്കി തിക്കി തവി. ഓക്കെ. വൺ മോർണിംഗ് റിക്കി തിക്കി വാസ് വണ്ടറിങ് അബൌട്ട് ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ എന്താണ്, റിക്കി തിക്കി അല്ലെ, റിക്കി തിക്കി എന്ന് പറയുന്ന മംഗൂസ് എവിടെയാ, ഗാർഡനിൽ ചുറ്റി നടക്കുക. ഹി സോ നാഗ് ദ ബിഗ് കോബ്ര ആൻഡ് ഹിസ് വൈഫ് നാഗിന. അപ്പോഴാണ് എന്ത് കാണുന്നത്, നാഗം അല്ലെ, വലിയ പാമ്പ്, കിങ് കോബ്ര, രാജവെമ്പാലിനെയും അതിന്റെ നാഗിനെയും അല്ലെ, ആണും പെണ്ണും. കോബ്രാസ് ആൻഡ് മംഗൂസ് ആർ ഏജ് ഓൾഡ് എനിമീസ് അല്ലെ. കീരിയും പാമ്പും ഒക്കെ എന്താണ്, എനിമീസ് ആണ്, ശത്രുക്കളാണ്. Although the Rikki Tikki was young, he knew that the main objectives of a mongoose life is to fight and kill snake. റിക്കി ടിക്കി ചെറുതാണെങ്കിലും അവരുടെ ജന്മനായുള്ള ഒരു ഇതാണ് അല്ലെ, പാമ്പിനെ എന്താണ് പൊരുതി യുദ്ധം ചെയ്തിട്ട് അതിനെ കൊല്ലുക എന്നുള്ളത്. Nag also knew the mongoose in the garden meant death for him and his family. നാഗം ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ, നാഗത്തിന് എന്താണ്, അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആരാ, ആ മംഗൂസ്. He was a full-grown snake and measured 5 feet from the tip of his tongue to the end of his tail. അല്ലെ, എൻ്റെ അടുത്ത് നിന്നും അതിന്റെ വാല് വരെ ഒരു 5 മീറ്റർ എങ്കിലും ഉണ്ടാവും അല്ലെ. പിന്നെ നല്ല വളർച്ചയെത്തിയ ഒരു രാജവെമ്പാലയാണ്. റിക്കി ടിക്കി വാസ് സ്റ്റിൽ എ ബേബി. റിക്കി ടിക്കി എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ്. He told himself, I won't fight Naga and Nagina when they are together. So he jumped up high in the air and ran away. അപ്പൊ അവൻ പറയുകയാണ്, എന്താ പറഞ്ഞ, നാഗത്തിനോടും നാഗിനിയോടും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യില്ല അല്ലെ. എന്താണ്, when they are together, അവരെ ഒന്നിച്ചിരിക്കുമ്പോ ഞാൻ ഫൈറ്റ് ചെയ്യില്ല അവരുടെ കൂടെ. jumped up high in the air and ran away അല്ലെ. നല്ലോണം അല്ലെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചാടിയിട്ട് ഉള്ളിലേക്ക് പോകും. It was night, രാത്രിയായി. ടെഡി carried Ricky to bed. ടെഡി എന്ത് ചെയ്തു, റിക്കിനെ ബെഡിലേക്ക് കൊണ്ടുപോയി. As soon as the boy was asleep, Ricky went off for his nightly walk around the house. അപ്പൊ as soon as the boy was asleep അല്ലെ, അവൻ ടെഡി ഉറങ്ങിയപ്പോ റിക്കി എന്ത് ചെയ്തു, വീട്ടിൽ ചുറ്റും ഒന്ന് നടക്കാൻ വേണ്ടി പോയി. Suddenly the silence was disturbed by a faint noise. അപ്പോഴാണ് എന്താണ്, ഈ ഒരു സൈലൻസ് ആയുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഒരു നോയ്സ് കേട്ട് തുടങ്ങിയത് അല്ലെ. ഇറ്റ് കെയിം ഫ്രം ദ ബാത്റൂം ഓഫ് ടെഡീസ് പാരൻസ്. അപ്പൊ എവിടെ നിന്നാണ് അത് കേൾക്കുന്നുണ്ടായിരുന്നത്, ടെഡിയുടെ പാരൻസിന്റെ ബാത്റൂമിൽ നിന്നായിരുന്നു ആ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നത്. റിക്കി ടിക്കി ക്വിക്ലി entered the bathroom. റിക്കി ടിക്കി എന്ത് ചെയ്തു, മെല്ലെ ആ ബാത്റൂമിലേക്ക് പോയി അല്ലെ. He could hear Nag and Nagina talking on the other side of the bathroom drain. അപ്പൊ നാഗവും നാഗിനിയും എന്താണ്, വേറെ ബാത്റൂമിന്റെ ഡ്രെയിനിന്റെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. Nagina told her husband, bite and kill all the 3 people in the house. Mongoose will go away when there is no one left in the house. We will then have the garden to ourselves.
അപ്പൊ നാഗിന ടോൾഡ് ഹെർ ടു ഹസ്ബൻഡ് അല്ലെ, നാഗും നാഗിനിയാണ് രണ്ടുപേരും, ഭാര്യയും ഭർത്താവാണ് ഉള്ളത് അല്ലെ. അപ്പൊ നാഗിന എന്താ ഹസ്ബൻഡിന്റെ അടുത്ത് പറയണം, ബൈറ്റ് ആൻഡ് കിൽ ഓൾ ദ 3 people, ആ വീട്ടിലുള്ള 3 പേരെയും നമുക്ക് കൊല്ലണം. അപ്പൊ മങ്കൂസ്, ഇവരെല്ലാരും ചത്തു കഴിഞ്ഞാൽ മങ്കൂസ് ഇവിടെ നിൽക്കില്ല, മങ്കൂസ് ഈ സ്ഥലം കാലിയാക്കി പോവും, പിന്നെ ഈ പരിസരം നമുക്ക് നമ്മുടെ വീടായിട്ട് കൺസിഡർ ചെയ്യാം. Then Rikki Tikki was so nagged, slithering into the bathroom through the drain അല്ലെ. റിക്കി തിക്കി നോക്കുമ്പോ എന്താ കാണുന്നത്, നാഗിന ആ കുഴലിൽ കൂടെ ചാലിക്കൂടെ ഉള്ളിലേക്ക് കയറുകയാണ് കാണുന്നത്. Although Rikki Tikki was very angry, he was also little scared. Nag was big, so big and poisonous അല്ലെ. അവന് ദേഷ്യം വന്നാലും എന്ത് ചെയ്തു, അവന് കുറച്ച് പേടിയുണ്ട്, കാരണം നാഗും നാഗിനിയും ഒക്കെ എന്താണ്, നല്ലോണം വലുതും നല്ല വിഷമുള്ളതുമായിരുന്നു. Nag waited for Teddy's father to come to the bathroom. അപ്പൊ നാഗം വെയിറ്റ് ചെയ്യണല്ലേ, ടെഡിയുടെ അച്ഛൻ ബാത്റൂമിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കാണ്. He knew he would come at night. അവൻ അറിയായിരുന്നു അത് അവര് രാത്രി അവിടേക്ക് വരും, അവന് ഉറപ്പുണ്ടായിരുന്നു, പാമ്പിന് ഉറപ്പുണ്ടായിരുന്നു. So he called himself up till he looked like a long rope arranged in the shape of a circle. അപ്പൊ ഒരു വട്ടം പോലെ അല്ലെ, ഒരു സർക്കിൾ പോലെ, ലുക്ക്ഡ് ലൈക്ക് എ ലോങ്, ഹി കോൾഡ് ഹിംസെൽഫ്, ഒരു വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിട്ട് ഇരിക്കുകയാണ്. നാഗ് വെന്റ് ടു സ്ലീപ്. റിക്കി തിക്കി ഹിഡ് ബിഹൈൻഡ് ദ ഡോർ ആൻഡ് വാച്ച്ഡ് നാഗ്. അപ്പൊ നാഗ് എന്ത് ചെയ്തു, ഉറങ്ങാൻ പോയി അല്ലെ. റിക്കി തിക്കി അവൻ ആ ഡോറിന്റെ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. നാഗ് വാസ് ഫാസ്റ്റ് അസ്ലീപ്. നാഗം പെട്ടെന്ന് ഉറങ്ങി. റിക്കി തിക്കി ജംപ്ഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് ഡഗ് ഹിസ് teeth into the snake's flesh. Nag was furious. അപ്പൊ റിക്കി തിക്കി നാഗം ഉറങ്ങി എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, അതിന്റെ തലയിൽ അവിടേക്ക് എടുത്ത് ചാടിയിട്ട് അതിന്റെ പല്ല് വെച്ചിട്ട് ആ പാമ്പിന്റെ എന്താ ഫ്ലഷിലേക്ക് അങ്ങനെ കടിച്ചിറക്കി. Nag was furious. He threw his head from side to side and poor was thrown against the wall again and again. അപ്പൊ ഈ കടി കൊണ്ട ഉടനെ നാഗ് എന്ത് ചെയ്തു, ആകെ കൊടഞ്ഞിട്ട് ആ റിക്കി തിക്കിനെ ആ ചുമരിൽ അങ്ങോട്ട് അടിച്ചടിച്ച് 3-4 തട്ടം അടിച്ചുല്ലേ. ഹി വാസ് ഹാർട്ട് ആൻഡ് ബ്ലീഡിങ്, വാസ് ത്രോൺ അഗെയിൻസ്റ്റ് ദ വാൾ അഗെയിൻ ആൻഡ് അഗെയിൻ. ഹാർട്ട്, അവന് വേദനയും, ചെറിയ കുട്ടിയാണല്ലോ, വേദനയും രക്തം വരാനും തുടങ്ങി. But he did not let go his hold of Nag. എന്തെന്നെ സംഭവിച്ചാലും ഇവൻ എന്ത് ചെയ്തില്ല, നാഗത്തിനെ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല, അതിന്റെ തലയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് തന്നെ ഇരുന്നു. During the struggle, Nag's tail upset the mug and soap dish. They fell on the ground with a loud thud. Rikki Tikki thought it was going to die. Suddenly, the wild duel stopped. അപ്പൊ എന്താണ്, ഈ സമയത്ത് മഗ്ഗും സോപ്പ് ഡിഷും ഒക്കെ താഴെ വീണിട്ട് നല്ല ഒച്ചയുണ്ടാവുന്നുണ്ടായിരുന്നു അല്ലെ. ലോക് thought he was going to, ഇതൊക്കെ മേത്തും വീണപ്പോ അവന്റെ ആകെ വേദനിച്ചിട്ട് അങ്ങോട്ട് വേദന കൊണ്ട് അങ്ങനെ പൊളയായിരുന്നു അല്ലെ. Suddenly the wild duel stopped. Nag's head dropped down and did not stir thereafter. Teddy's father, who had entered the bathroom hearing the loud thud, had killed him. അപ്പൊ എന്താണ്, കുറെ നേരം കഴിഞ്ഞപ്പോ ഇവരുടെ ഇത് ഫൈറ്റ് നിന്നു അല്ലെ. അപ്പൊ ഹെഡ് ഡ്രോപ്ഡ് ഡൗൺ, നാഗിന്റെ ഹെഡ് എന്താണ്, താഴേക്ക് വീണു. did not stir thereafter അല്ലെ, പിന്നെ അനങ്ങിയൊന്നുമില്ല. ഈ സൗണ്ട് കേട്ടോണ്ടേ നാഗം എന്ത് ചെയ്തു, അല്ല ടെഡിയുടെ അച്ഛൻ എന്ത് ചെയ്തു, വേഗം വന്നിട്ട് നാഗത്തിനെ അടിച്ചു കൊന്നു അല്ലെ, നാഗത്തിനെ അടിച്ചു കൊന്നു. He picked up the bleeding. Then coming to the next page, he picked up the bleeding Rikki Tikki and went back to his bedroom. റിക്കി ടിക്കിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ബെഡ്റൂമിലേക്ക് പോയിട്ട് asked his wife put some, ഭാര്യയോട് കുറച്ച് മരുന്നൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറയും റിക്കിയുടെ മുറിവില്. I killed the snake, he said, but it is Rikki Tikki who has saved our lives. ഞാൻ ആ പാമ്പിനെ എന്താണ് അടിച്ചു കൊന്നു, കാരണം റിക്കി തിക്കി അതിന്റെ തലയിലേക്ക് ഫ്ലഷിലേക്ക് പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, എത്ര അടിച്ചിട്ടും വിട്ടില്ല അല്ലെ. ലാസ്റ്റ് അതൊന്ന് ഫെയിന്റ് ആയപ്പോ മാത്രമാണ് വിട്ടത്. Teddy's mother washed Ricky's wound with medicine. She patted his little sore head, gave him some toffees. Kitty was happy. He fluffed up there and ran to the Teddy's, fluffed up his tail and ran off to Teddy's room അല്ലെ. എന്ത് ചെയ്തു, മരുന്നൊക്കെ വെച്ചിട്ട് കുറച്ച് മിഠായിയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, കൊടുത്തു അല്ലെ. റിക്കി തിക്കി ഇത് കണ്ടപ്പോൾ സന്തോഷമായിട്ട് അവൻ വേഗം ടെഡിയുടെ റൂമിലേക്ക് ചെന്നു. Check how well you have read. Hope you have gone through the story Rikki Tikki Tavi. Here are some pictures based on the story.
Sequence the pictures in the order the events happened in the story and number them. Number them പറയുമ്പോൾ first ഏതാ? First is this one, അല്ലേ? First is this one. Then this one is the first number. ഒരു ഇതിനെ ഗാർഡനിൽ കണ്ടു അല്ലേ? എന്തിനാ? മങ്കൂസിനെ ഗാർഡനിൽ കണ്ടു. അതിനുശേഷം എന്താണ്? അതിനുശേഷം അതിന് ബ്ലാങ്കറ്റ് വിത്ത് ഇതാക്കിയിട്ട് ബ്ലാങ്കറ്റും പിന്നെ സണ്ണി മീൻസ് ഫയറൊക്കെ ഇതാക്കി ഫയറൊക്കെ കാണിച്ചിട്ട് അതിനെ ഒന്ന് ഡ്രൈ ചെയ്യിപ്പിച്ച് എടുത്തു. പിന്നെ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് മോർണിംഗ് ഹി ഗേവ് ഹിം ദ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? എഗ്ഗും ബനാനയും കൊടുത്തു. Then in the garden they saw the Nagan and Nagini. The quarrel between them occurred. Quarrel occur ഇല്ല, നൈറ്റിലാണ് quarrel occur ചെയ്ത്. The father entered the bathroom so that Nag and the Rikki Tikki was fighting. Okay, so these are the instances. It's like 5 instances. Next, coming to the next page, bed in summer poem. In winter I get up at night and dress up by yellow candlelight. In summer quite the other way. I have to go to bed by day. Winter landana get up at night and dress by yellow candlelight. In summer lanengilo I have to go to bed by day. Well, bed in summer. In winter, I get up at night and dress by yellow candlelight. അപ്പോൾ മഴക്കാലത്തൊക്കെ എന്താണ്? സൂര്യൻ ഉദിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താ? I get up at night എന്ന് പറഞ്ഞാൽ ഉദിക്കാൻ താമസമാകുമ്പോൾ ഇരുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ആ വെളിച്ചത്തിൽ മെഴുതിരിയുടെ വെളിച്ചത്തിൽ വേണം എനിക്ക് ഡ്രസ് ചെയ്യാൻ. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രകാശത്തിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. In summer quite the other way. I have to go to bed by day. സമ്മർ വേനൽക്കാലത്താണെങ്കിൽ എന്താ? പെട്ടെന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത് അല്ലേ? അപ്പൊ പെട്ടെന്ന് ഉറങ്ങാൻ പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നു. I have to go to bed and see the birds still hopping on the tree. അപ്പൊ ബെഡിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ കാണുന്നത് എന്താണ്? ബേർഡ്സ്, കിളികൾ എപ്പോഴും മരത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. And here the grown up people's feet അല്ലേ? Still going past me in the street. അതായത് വലിയ മുതിർന്ന ആൾക്കാർ ഇപ്പോഴും റോട്ടിൽ കൂടെ നടന്നു പോണതൊക്കെ സൗണ്ട് കേൾക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ആൻഡ് ഡസ് ഇറ്റ്, അതായത് ഇത് പറയണത് എന്താണ്? ചില ഫോറിൻ കൺട്രീസിലൊക്കെ എന്താണ് മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ ഇതിൽ കുറച്ച് ചെറിയ തോതിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കട്ടകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കാൻ താമസം വരുന്നു, അസ്തമിക്കാനും താമസം വരുന്നു. അവരുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആൻഡ് ഡസ് ഇറ്റ് നോട്ട് സീം ഹാർഡ് ടു യു ആൻഡ് വെൻ ഓൾ ദ സ്കൈ ഈസ് ക്ലിയർ ആൻഡ് ബ്ലൂ. അപ്പം ഇത് നല്ല ബുദ്ധിമുട്ടാവുകയാണ് അല്ലെ? കുട്ടികൾക്ക് എന്താണ്? പെട്ടെന്ന് തന്നെ കിടക്കാനും എണീക്കാനും ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഐ ഷുഡ് ലൈക്ക് ടു സോ മച്ച് ടു പ്ലേ ടു ഹാവ് ടു ഗോ ടു ബെഡ് ബൈ ഡേ അല്ലെ? എനിക്കാണെങ്കിൽ കുറെ കണ്ടമാനം കളിക്കാനാണ് താല്പര്യം, പെട്ടെന്ന് ബെഡിലേക്ക് ഉറങ്ങാൻ പോവാൻ താല്പര്യമില്ല. റോബർട്ട് ലൂയിസ് സ്റ്റെവൻസൺ is the poet of this poem. Who is the speaker of the poem? Is it a child or a grown up? ചൈൽഡ് ആണ്, വലിയ കുട്ടി, മുതിർന്ന ആളാണോ ഒരു കുട്ടിയാണോ ഇതിന്റെ പോയറ്റ്? ഒരു കുട്ടിയാണ് ഇതിന്റെ പോയറ്റ് അല്ലെ? Why does the child have to dress up by candlelight? Because the sun rises late in the winter. അല്ലേ? സൂര്യൻ പതുക്കെ മാത്രമേ ഉദിക്കുന്നുള്ളൂ. Why does the child have to stay in bed? Sun sets late in the summer. അല്ലേ? അല്ലേ മാത്രമേ അസ്തമിക്കൂ. Sets earlier, late അല്ല. Earlier. Have you had an experience of being in bed while your friends അല്ലേ? ഇൽനെസ് ഒക്കെ വല്ല പനിയോ അതൊക്കെ വരുമ്പോൾ നമുക്ക് കിടക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? Then what? Do all grown-ups allow you to play whenever you want to do? Do you control you always? When we are having fever and all, we have to lay in bed while the others will be playing. Grown-ups allow you to play whenever you want? No, they won't allow, because if it is raining and all, they won't allow. And also it is heavy, because heavy what if sun is seeming, they won't allow during the afternoons and all. They won't allow us to play outside. Are the children around you? You have to be in bed while you are playing. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ കുട്ടികളുണ്ടോ? നിങ്ങൾ കളിക്കുന്ന സമയത്ത് ബെഡിൽ തന്നെ ഇരിക്കേണ്ടി വരെ?
അല്ലേ? ചില അസുഖം ബാധിച്ച കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ they have to play inside itself, in the room itself. So what we have to do is just support them, bring them outside and to play with you. They are not able to, also you have to bring them outside. So this is what is there in the chapter, and here are the activities. Identify the rhythm of the song given below and add more lines. If I find a tailor's son, find a tailor's son. He will teach me how to stitch. He will teach. I will. He will teach. He will stitch. I will stitch. We will stitch together. അല്ലേ? എന്നാൽ ടൈലറുടെ തെന്നൽക്കാരൻ്റെ മകനെ കാണുകയാണെങ്കിൽ അവൻ എന്നെ പഠിപ്പിക്കും എന്താണ് എങ്ങനെയാ തയ്ക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കും. ഫൈൻഡ് എ പെയിന്റേഴ്സ് ആണ് അല്ലേ? പെയിന്റ് അടിക്കുന്ന ആളുടെ മകനെ കാണുകയാണെങ്കിലോ ഹി വിൽ ടീച്ച് മീ ഹൗ ടു പെയിന്റ്. പെയിന്റ് ചെയ്യണത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിക്കും. ഹി വിൽ പെയിന്റ്, ഐ വിൽ പെയിന്റ്, വി വിൽ പെയിന്റ് ടുഗദർ. അവരും പെയിന്റ് ചെയ്യും, ഞാനും പെയിന്റ് ചെയ്യും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പെയിന്റ് ചെയ്യും. ഇഫ് ഐ ഫൈൻഡ് എ സിംഗേഴ്സ് ആണ് അല്ലേ? പാട്ടുകാരൻ്റെ മകനെ കാണുകയാണെങ്കിൽ ഹി വിൽ ടീച്ച് മീ ഹൗ ടു സിംഗ്. എങ്ങനെ പാടണം എന്ന് എനിക്ക് പഠിപ്പിച്ചു തരും. ഹി വിൽ സിംഗ്, ഐ വിൽ സിംഗ്, വി വിൽ സിംഗ് ടുഗദർ. അവൻ പാടും, ഞാനും പാടും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പാടും. Activity 2 word game. Stand in pairs, select a word from the passage, The Great Adventure. Make as many words as you can using the letters of the word you had selected. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റെപ്പ് ലെറ്റർ ആണെങ്കിൽ സ്റ്റെപ്പും ലാഡറും. ഓക്കെ, ഡീർ, പിന്നെന്തൊക്കെയാ ഡീറ്, ഡീല്, പിന്നെന്താ ഡീറ്, ടീറ്, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, then coming to the part 2.